നേടില്ലെന്ന് പണ്ട് നെപ്പോളിയൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിരുത്തിയ എന്തും നേടാവുന്നതേ ഉള്ളൂ. അത് പല പ്രമുഖരും തെളിയിച്ചിട്ടുണ്ട്. മനസ്സുറപ്പാണ് ജീവിത വിജയത്തിന് വേണ്ടത്. അത്തരം വിജയ കാഴ്ചകളിലേക്ക് കെലഡോസ്കോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. കെലഡോസ്കോപ്പിൽ ആദ്യത്തെ വിശേഷം ഇവരെ കുറിച്ചാണ്. അപ്പോൾ കാണാം. ഭാരതീയ പൗരാണിക ആരോഗ്യ പരിപാലന സമ്പ്രദായങ്ങളിൽ ഒന്നാണ് യോഗ. ആയുർവേദം കഴിഞ്ഞാൽ ഭാരതം ലോകത്തിന് നൽകിയ സംഭാവനയാണിത്. എന്നാൽ കൊച്ചിൻ ലാഫ്റ്റർ യോഗ എന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു യോഗ പരിശീലന ക്ലാസ്സാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ചിരിച്ചുകൊണ്ട് വ്യായാമമുറകൾ ചെയ്യുന്ന ഒരു പ്രത്യേക കായിക വിനോദം. ലാഫ്റ്റർ യോഗ ക്ലാസ്സിലെ വ്യായാമങ്ങൾ മറ്റുള്ളവർക്കാണെ ഒറ്റയ്ക്ക് ചെയ്താൽ വട്ടായി എന്ന് പറയുമെങ്കിലും ഒരു സംഘം ആളുകൾ കൂട്ടായി ചെയ്താൽ തുടർച്ചിരികളുടെ മാലപ്പടക്കം പൊട്ടി നിർത്താതെ ചിരിക്കും എല്ലാവരും. നമ്മുടെ ജീവിതത്തിലെ രസകരമായ പല മുഹൂർത്തങ്ങളെയാണ് ഈ ലാഫ്റ്റർ യോഗയുടെ പരിശീലന ഇനങ്ങളായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ ഈ ചിരി യോഗ ഏറെ ആനന്ദകരമാണ്. 2011 മെയ് മാസത്തിൽ വ്യവസായ പ്രമുഖൻ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി മുൻകൈയെടുത്താണ് കൊച്ചിൻ ലാഫ്റ്റർ യോഗയുടെ ക്ലാസുകൾ കൊച്ചി കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ ചിറ്റിലപ്പള്ളി ഉൾപ്പെടെ 4 പേർ മാത്രമായിരുന്നു ലാഫ്റ്റർ യോഗയുടെ ഭാഗമായി ഉണ്ടായിരുന്നത്. പിന്നീട് സ്റ്റേഡിയം ഗ്രൗണ്ടിലൂടെ ജോഗിങ്ങിനും മറ്റും പോകുന്ന ആളുകൾ ചിറ്റിലപ്പള്ളിയുടെയും മറ്റ് 3 പേരുടെയും കൈകൊട്ടിച്ചിരികളും ചില രസകരമായ കോപ്രായങ്ങളും ശാരീരിക അഭ്യാസങ്ങളും കണ്ട് ആകൃഷ്ടരായി ലാഫ്റ്റർ യോഗയുടെ ഭാഗമായി. പിന്നീട് കൂടുതൽ പേർ ഈ ക്ലാസുകളിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കേരളത്തിലെ, പ്രത്യേകിച്ച് കൊച്ചിയിലെ ലാഫ്റ്റർ പ്രസ്ഥാനമായി മാറി. എല്ലാ ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലായി രാവിലെ 7 മുതൽ 8 മണിവരെ നടന്നുവരുന്ന ഈ കായിക വിനോദം തികച്ചും സൗജന്യമാണ്. ആർക്കും ഈ ചിരിക്കൂട്ടായ്മയുടെ ഭാഗമാകാം. അധ്യാപകർ, ബിസിനസ്സുകാർ, പ്രൊഫസർമാർ, സിനിമാ താരങ്ങൾ, മാധ്യമപ്രവർത്തകർ, CRPFുകാർ തുടങ്ങി നാനാതുറകളിലെ ആളുകൾ ഇന്ന് ഈ കൂട്ടായ്മയുടെ ഭാഗമാണ്. അങ്ങനെ ഇപ്പോൾ 80ഓളം പേർ 3 ദിവസങ്ങളിലായി ഈ ചിരി അഭ്യാസത്തിന്റെ പരിശീലനത്തിനായി എത്തിച്ചേരാറുണ്ട്. ആഴ്ചയിലെ 3 ദിവസങ്ങൾ ഇവർ സർവ്വ സങ്കടങ്ങളും പ്രശ്നങ്ങളും മറന്ന് ഒത്തുചേരും. ഇവിടത്തെ ചിരി അഭ്യാസങ്ങൾ ശാരീരികമായും മാനസികമായും ഏറെ പ്രയോജനകരമായെന്ന് ഇതിലെ അംഗങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. എനിക്കാണെങ്കിൽ 70 കിലോസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ 60 kg ആയിരിക്കുകയാണ്. എനിക്ക് നട്ടല് തേയ്മാനം ഭയങ്കര ശക്തമായിട്ടുണ്ട്. ബെൽറ്റ് ഇട്ടാണ് ഞാൻ നടക്കണം സാധാരണ. ഈ യോഗ തുടങ്ങുമ്പോൾ എനിക്ക് പയ്യനെ കുനിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് ഫിനിഷ് ചെയ്യുമ്പോൾ
ഞാൻ സാധാരണയിലും നല്ല ഫ്ലെക്സിബിൾ ആകാറുണ്ട്. കേരളത്തിൽ വന്നിട്ടുണ്ടോ എനിക്ക് ഈ ചിരി ക്ലബ്ബിൽ വരണം. ഞാൻ എൻ്റെ കൂടെയുള്ള ഞാൻ എല്ലാവരോടും ഞാൻ പറയാറുണ്ട്. കേരളത്തിൽ ഇരിങ്ങാലക്കുട അന്നമനടയിലായിരുന്നു ഇത്തരമൊരു വ്യത്യസ്തമായ യോഗ പരിശീലന ക്ലാസിന്റെ ആശയത്തിന് തുടക്കം. ഇന്ന് ലാഫ്റ്റർ യോഗയുടെ നല്ല വശങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇതിന്റെ പ്രസിഡന്റ് KT ബേബിയും മറ്റ് അംഗങ്ങളും. ഈ 100% ടെൻഷൻ ഫ്രീ ആയിട്ട് ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചിരി ക്ലബ്ബുകളായിരിക്കും, ലാഫ്റ്റർ യോഗകളായിരിക്കും. ഇതിൽ ഒത്തിരി ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിനും എഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ ബോഡി ആക്ഷൻസ് ആണ് നമ്മൾ ഇതിൻ്റെ ലാഫ്റ്റർ യോഗ എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വ്യത്യസ്ത യോഗ പരിശീലനത്തിലൂടെ ജീവിതത്തിന്റെ ആയുസ്സും സന്തോഷവും നീട്ടിയെടുക്കാനും സൗന്ദര്യം വർദ്ധിപ്പിക്കാനും മെയ്വഴക്കത്തിലൂടെ ശാരീരിക വേദനകളും സന്ധിവേദനകളും അമിതവണ്ണവും തൂക്കവും കുറയ്ക്കാനും സാധിക്കുമെന്നും ഇതിലെ അംഗങ്ങൾ പറയുന്നു. ആഴ്ചയിൽ വെറും 3 ദിവസത്തിലെ 1 മണിക്കൂർ ക്ലാസ് എല്ലാം മറന്നുള്ള ടെൻഷൻ ഫ്രീ ലോകമാണ് ഇവർക്ക് സമ്മാനിക്കുന്നത്. എന്തൊക്കെയായാലും ജീവിത പ്രാരാബ്ധങ്ങളിൽ തിരക്ക് പിടിച്ച് സമാധാനമില്ലാതെ നെട്ടോട്ടമോടുന്ന ആളുകൾക്ക് തങ്ങളുടെ ജീവിതത്തിലെ 1 മണിക്കൂർ ആനന്ദകരമാക്കാൻ ഈ ലാഫ്റ്റർ യോഗ ഒരു ബെസ്റ്റ് മറുമരുന്നാണെന്നുള്ളത് പറയാതെ വയ്യ. കൊച്ചിൻ ലാഫ്റ്റർ യോഗയിലെ ചിരിയുടെ പല പല മേളാംഗം ചൊവ്വ വ്യാഴം ശനിയും ഞങ്ങൾ ഒന്നായി ചേർന്നു ചിരിച്ചിടും. സ്ഥാപകൻ ഞങ്ങൾ കാതുരണീയൻ ചിറ്റിലപ്പള്ളി കൊച്ചൗസേപ്പ് പരിശീലകനായി രസിച്ചു വിളങ്ങും PR നായരുമുണ്ടല്ലോ. ഇത് ദീപ ചേച്ചി, കൊച്ചി A to Z ഡ്രൈവിംഗ് സ്കൂളിലെ ഡ്രൈവിംഗ് അധ്യാപികയായ ഈ ചേച്ചിക്ക് 11 തരം വാഹനങ്ങളുടെ ലൈസൻസ് ഉണ്ട്. ആള് കാണുന്ന പോലെയല്ല, വൻ പുലിയ. നിങ്ങൾ എന്തായാലും തെറ്റിദ്ധരിക്കണ്ട. കെൽഡോസ്കോപ്പിൽ അടുത്തായി പറയാൻ പോകുന്നത് ചെറിയ വാഹനം മുതൽ വലിയ വാഹനം വരെ അനായാസം റോഡിലൂടെ ഓടിക്കാൻ കഴിയുന്ന ഒരു കൊച്ചു മിടുക്കിയുടെ കാര്യമാണ്. പരിചയപ്പെടാം ആതിരക്കുട്ടിയെ. നിങ്ങൾ ഏതായാലും പരിചയപ്പെട്ടിട്ട് വാ, ഞാനിതൊന്ന് റെഡിയാക്കട്ടെ. ചേച്ചി റെഡി? അടുത്തിടെ കോട്ടയം ജില്ലയിലെ ലാക്കാട്ടൂർ എന്ന സ്ഥലത്തിന് സമീപം വാഹന പരിശോധന നടത്തുകയായിരുന്നു ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ. വാഹനങ്ങൾ ഓരോന്നായി പരിശോധന നടത്തിയ പോലീസ് സംഘത്തിന് മുമ്പിലേക്ക് അതാ വരുന്നു ഒരു ടിപ്പർ ലോറി. ടിപ്പറിന് കൈകാട്ടി പോലീസ്. ലോറി നിർത്തി ബുക്കും പേപ്പറും ലൈസൻസുമായി ഒരു പെൺകുട്ടി ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി പോലീസിന്റെ അടുത്തെത്തി. ഡ്രൈവറെ കണ്ട പോലീസാകട്ടെ മൂക്കത്ത് വിരൽ വെച്ചു. കൂടെയുള്ള പോലീസുകാരുടെ അന്താളിപ്പ് മാറ്റാൻ വീണ്ടും കുറച്ച് സമയമെടുത്തു. ആ ലൈസൻസിലെ പേരും വിവരങ്ങളും ഇങ്ങനെ: ആതിര മുരളി, വയസ്സ് 21, കോട്ടയം ബ്ലാക്കാട്ടൂർ സ്വദേശിനി. 2 വീലർ, 3 വീലർ, 4 വീലർ, ഹെവി വെഹിക്കിൾ, ടാക്സി മുതലായവ ഓടിക്കാനായി ബാഡ്ജ് തുടങ്ങി JCB ഓടിക്കാൻ വരെ ലൈസൻസ്. കണ്ണു തള്ളിയ പോലീസ് ഉദ്യോഗസ്ഥർ പിന്നീട് ആ മിടുക്കിക്ക് കൈകൊടുത്ത് പിരിഞ്ഞു. റോഡിൽ ചീറിപ്പായുന്ന ഏതൊരു ന്യൂ ജനറേഷൻ യുവാക്കളും യുവതികളും ആതിരയുടെ വാഹനപ്രേമം കണ്ടാൽ ഒന്ന് ഞെട്ടും. വളരെ ചെറുപ്പം മുതൽ തുടങ്ങിയതാണ് ആതിരയ്ക്ക് വാഹനങ്ങളോടുള്ള പ്രിയം. 14-ാം വയസ്സിൽ ആതിര ബൈക്ക് ഓടിച്ചു തുടങ്ങി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ കാറും ഓട്ടോയും ഓടിക്കാൻ പഠിച്ചു. അപ്പോൾ ആതിരയ്ക്ക് ഒരു വിഷമം മാത്രം: ലൈസൻസ് എടുക്കാൻ പ്രായമായില്ല. കാത്തിരുന്നു. ലൈസൻസ് നേടാൻ പ്രായമായ ഉടൻ അത് നേടി. 20-ാം വയസ്സെത്തിയപ്പോൾ ബസ്സും ലോറിയും ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ഓടിക്കാനുള്ള ഹെവി ലൈസൻസും കരസ്ഥമാക്കി. തിരുവനന്തപുരത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠനം നടത്തുകയാണ് ഇപ്പോൾ ആതിര. ബൈക്കിൽ ബുള്ളറ്റ് മുതൽ ഓട്ടോയും കാറും ജീപ്പും ബസ്സും ലോറിയും തുടങ്ങി JCB വരെ വഴങ്ങും ആതിരയ്ക്കിപ്പോൾ. ഏതൊരു വാഹനത്തിന്റെയും പ്രവർത്തനം മനസ്സിലാക്കിയാൽ അത് വഴങ്ങുമെന്നാണ് ആതിരയുടെ പോളിസി. എന്തുകൊണ്ട് ഇങ്ങനെയൊരു വാഹനപ്രേമം എന്ന് ചോദിച്ചു ആതിരയോട്.
ഉത്തരം ദാ ഇങ്ങനെ. ആദ്യം വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത് തന്നെ ബൈക്കിലാണ്, അച്ഛൻ്റെ മാക്സ് 100-ൽ. അതൊരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് പഠിക്കാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ അച്ഛനെ സഹായിക്കുക എന്നുള്ള മെയിൻ ഉദ്ദേശമാണ്. ഞങ്ങൾ 2 പെൺകുട്ടികളാണ്, അതുകൊണ്ട് തന്നെ മൂത്ത കുട്ടിയാണ്. അപ്പോൾ അച്ഛനെ സഹായിക്കാൻ അത്യാവശ്യം ഞങ്ങൾക്ക് മടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ക്യാഷ് വാങ്ങാനും ഒക്കെ ഞാൻ ബൈക്ക് യൂസ് ചെയ്ത് പോയി വാങ്ങുമായിരുന്നു. ആതിരയുടെ വാഹനക്കമ്പത്തിന് അച്ഛൻ മുരളിയാണ് കൂട്ടും പ്രോത്സാഹനവും. KSRTCയിലെ ഡ്രൈവറായ മുരളി തന്നെയാണ് ആതിരയുടെ ഗുരുനാഥനും. എല്ലാ വാഹനവും നന്നായിട്ട് ഓടിക്കും, അതിനൊരു പ്രത്യേക കഴിവുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അപകടരഹിതമായിട്ട് ഡ്രൈവ് ചെയ്യത്തുള്ളൂ. ഫോറസ്റ്റ് സ്പീഡ് നല്ല കൺട്രോളിങ് ഡ്രൈവിങ്. ശരിക്കും പറഞ്ഞാൽ എന്നെക്കാളും നന്നായിട്ട് വണ്ടി ഓടിക്കുന്നത് എനിക്ക് തോന്നുന്നത്. ഓഫ് റോഡ് കാർ റേസിംഗിലെ എതിരാളികളുടെ പേടി സ്വപ്നം കൂടിയാണ് ആതിര. കേരളത്തിനകത്തും പുറത്തും നടന്ന പല കാർ റേസിംഗ് മത്സരത്തിലും ജേതാവാണ്. ബാംഗ്ലൂരിൽ നടന്ന മാരുതി സുസുക്കി ഓട്ടോക്രോസ് റേസിംഗിൽ വനിതാ വിഭാഗത്തിൽ കപ്പുയർത്തിയിരുന്നു ആതിര. പണച്ചെലവും സ്പോൺസർമാരെ കിട്ടാനില്ലാത്തതുമാണ് കാർ റേസിംഗിലെ പ്രധാന വെല്ലുവിളിയെന്ന് ആതിര പറയുന്നു. ആദ്യമായിട്ട് ഓഫ് റോഡ് റേസിംഗ് ആണ് പങ്കെടുത്തത്. അതിന് പ്രൈസ് കിട്ടിയിട്ടുണ്ട് ലേഡീസ് കാറ്റഗറിയിൽ. പിന്നെ ഓട്ടോക്രോസ് റേസിംഗ് ഫസ്റ്റ് ഇവിടെ ബാംഗ്ലൂർ മാരുതി സുസുക്കി നടത്തിയ റേസിങ്ങിൽ എനിക്ക് 2nd പ്രൈസ് കിട്ടി. ബാംഗ്ലൂർ വെച്ചായിരുന്നു. പിന്നെ അടുത്തതിന് ഇവൻറ്റിന് പോകണം, സ്പോൺസർമാരില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും കോട്ടയം ലാക്കാട്ടൂർ എന്ന നാട്ടിലെ ചെത്തു പിള്ളേർക്കും പോലീസിനും നാട്ടുകാർക്കും ഒരു ആശ്ചര്യം തന്നെയാണ് ആതിര. കുട്ടിയുടെ വിശേഷം ഞാനിത് അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി പഠിക്കാറുണ്ട്. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്.